ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോകയുടെ വിശേഷങ്ങളായിട്ടാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അതിഗംഭീരെന്ന് പറഞ്ഞ പോലെ ഗായ്സ്, ഒരു ഇടിപൊടി സാധനം, മലയാളത്തിൻ്റെ ഒരു യൂണിവേഴ്സൽ സൂപ്പർ ഹീറോ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നി. ഞാൻ ഈ സിനിമ കണ്ടത് കൈരളി നിലയിലാണ്. നമ്മുടെ കൈരളി നില ട്രിവാൻഡ്രത്തിലുള്ള ആ ഒരു സിനിമയാണ്. 1 മണിക്ക് ഷോയാണ് കണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ഇതാണ് സിനിമ. നമ്മൾ ചില പല യൂണിവേഴ്സൽസ് എന്താ പറയുക, ഈ സൂപ്പർ ഹീറോ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ നമ്മുടേതായിട്ടുള്ള മലയാളീൻ്റെ ഒരു സൂപ്പർ ഹീറോ മൂവി നമ്മൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം മിന്നൽ മുരളി. അതിനുശേഷം വേറൊരു തലത്തിലൊരു സ്ത്രീ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് വരിക, അതിന് ഇത്രമാത്രം അക്സെപ്റ്റൻസ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ മലയാളികൾക്ക് മാത്രം പറ്റുന്നൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം അത്ര അടിപൊളിയായിട്ടാണ് ഈ സിനിമയുടെ മേക്കിംഗ്, ആ കഥയും പറയുന്ന രീതി, അതിൻ്റെ കാസ്റ്റിംഗ്, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഒരു അടാറ് സാധനമാണ്. അതിൻ്റെ ഒരൊറ്റ ഷോട്ട്, എനിക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി സിനിമേൻ്റെ ലെവൽ വേറെയാണ്. കാരണം ആ ഒരു ഹോളിവുഡിലെ നമ്മൾ കാണുന്ന അതേ ഒരു വിഷൻ വ്യൂ ഒക്കെയാണ് കണ്ടത്. എനിക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത്, ഈ സിനിമയിൽ ഈ കഥയിൽ ചിലപ്പോൾ നമ്മൾക്ക് ആരും പരിചയമില്ലാത്തൊരു ആക്ടേഴ്സും അതുപോലെ തന്നെ ഇതിന് മൊത്തം ഡബ്ബിങ് ചെയ്തിരിക്കുന്നത്, വോയിസ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ഈ സിനിമ നമ്മൾ ചിലപ്പോൾ ഒരു ഹോളിവുഡ് മാത്രമായിട്ടാണ് കണക്കാക്കപ്പെടുള്ളൂ. ഇത് മലയാളത്തിൽ വന്ന് മലയാളത്തിൻ്റെ വോയിസ് ഓവർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ചിലപ്പോൾ നമ്മൾ മലയാള സിനിമയായിട്ട് മാത്രമായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി. ഇതിൻ്റെ ഈച്ച് ആൻഡ് എവറി ഫ്രെയിംസ് ആബ്സല്യൂട്ട്ലി ഡൊമിനിക് സി അരുണിൻ്റെ ഒരു ക്രിയേറ്റീവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിമിഷ് രവിയുടെ ആ ഒരു ക്യാമറ ആയിട്ടുണ്ടല്ലോ, എൻ്റെ മോനെ, ഒരു ഹാൻഡ്സ് ഓഫ് മാൻ. പിന്നെ ഈ സിനിമ ഇത്രമാത്രം ഗംഭീരമാകാൻ ഒരേ ഒരാളുടെ പിൻബലമാണ്, അത് നമ്മുടെ സ്വന്തം ഡി ക്യു ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ലെന്ന് പറയാൻ ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വരും. കാരണം അത്രമാത്രം ഈ ഡി ക്യുവിന് ഈ സിനിമയോട് നമുക്ക് ആസ് എ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ മാത്രം അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പിന്നിൽ നിന്നിട്ടുള്ളൊരു ആ ഒരു എല്ലാവിധ സപ്പോർട്ടുണ്ടല്ലോ. ബഡ്ജറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം, ഐ നീഡ് എ ഗുഡ് റിസൾട്ട് എന്നൊരു ക്യാപ്ഷനോട് കൂടിയാണ് ഈ സിനിമ തുടങ്ങിയെന്ന് ചിലപ്പോൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ പറഞ്ഞു പോകും. അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമയിൽ എന്താ പറയുക, ഈ ഡി ക്യു എന്ന പ്രൊഡ്യൂസർ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഓരോ ഫ്രെയിംസ്, കല്യാണ പ്രദേശിൻ്റെ നോ രക്ഷ മോളെ, നീ അടിപൊളിയാട്ടോ, നീ ഇത്രമാത്രം ഗംഭീരമായിട്ടുള്ള ആക്ടിങ് സ്കിൽ ഞാൻ ചിലപ്പോൾ നമ്മൾ ഇനി വരും കാലത്ത് ചിലപ്പോൾ കല്യാണ പ്രദേശം നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ഒരു പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഊർവശി ഉണ്ടല്ലോ, ആ രീതിയിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഊർവശി ഇപ്പോഴും എന്താ പറയുക, ആ ഒരു സ്റ്റാളിൽ നിലനിർത്തുന്നതാണ്. വേറെ ആരും എനിക്ക് അറിയില്ല. കാരണം ഊർവശി ഇപ്പോഴും പണ്ടും ഇപ്പോഴൊക്കെ ഒരേ ലെവലാണ്. അത് വേറെ ലെവലാണ് പറയില്ല, ആ ലെവൽ. അതുപോലെ ഈ സിനിമയിലും ഇവിടെ ഇനിയിപ്പോൾ വരും കാലത്തൊക്കെ ചിലപ്പോൾ കല്യാണ പ്രദേശം ഇതിന് കുറച്ചുകൂടി അക്സെപ്റ്റൻസും എല്ലാം കൂടും. എന്തായാലും മക്കൾ, നിങ്ങൾ ഈ സിനിമ എത്രയും പെട്ടെന്ന് കാണുക. കാരണം അത്ര അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ്. അതുപോലെ തന്നെ ഇതിന് മ്യൂസിക് ചെയ്യുന്ന ജെയ്ക്സ് ബിജോയ്, ഓ മാനെ, അടിപൊളി മോനെ. എന്താ ഇടയിലൊക്കെ ഒരു ഇംഗ്ലീഷ് പാട്ടെല്ലാം കയറി വരുന്നുണ്ട്, അതൊക്കെ തന്നെ ഗംഭീരമായി തോന്നി എനിക്ക്. എന്തായാലും ഇതിൻ്റെ ഓരോ തരത്തിൽ നമുക്ക് ഒരു ചെറിയ ഭാഗത്ത് പോലും നമുക്കൊരു ലാഗ് അടിക്കുകയും നമുക്കതിന് ഈ പടത്തിന് മോശമായി പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒന്നും ഈ സിനിമയിലില്ല. കാരണം ഫസ്റ്റ് ഷോട്ട് മുതൽ അവസാന ഷോട്ട് വരെയും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ ഒരു പ്രത്യേകതരം ട്രീറ്റ്മെൻറ്റ് ഈ സിനിമ കൊടുത്തിരുന്നു. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് സ്വന്തം നമ്മുടെ ഡയറക്ടർ ഡൊമിനിക് സി അരുൺ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു വിഷൻ ഇത്രയും വലുതായിട്ട് ക്യാൻവാസ് ചെയ്യാനും ഇത്രയും വലിയൊരു സക്സസിലേക്ക് എത്തിക്കാനും കൂടെ നിന്ന് നമ്മുടെ സ്വന്തം ഡി ക്യു ദുൽഖർ സൽമാനെയും എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ നിന്ന് ഓരോ വിഷ്വൽസും ഓരോ വിഷ്വലിൻ്റെയും അതിൻ്റെ ഒരു വളരെയധികം ഭംഗിയോടുകൂടി ഒപ്പിയെടുത്ത് നമ്മുടെ സ്വന്തം നിമിഷ് രവിക്കും എൻ്റെ സ്വന്തം അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം ജെയ്ക്സ് വിജയ്ക്കും അടിപൊളി മ്യൂസിക് മോനെ. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ഓക്കെ, ഇതിപ്പോൾ ലോകം കാണാൻ മറക്കല്ലേ, പോയി കാണും.